ഞാൻ നിങ്ങളെ വീഡിയോസൊക്കെ കാണുമ്പോൾ അതിൻ്റെ അകത്ത് ഭയങ്കര ഒരു ഫൺ എലമെൻ്റ് ഉണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ചാണ്. ഞാൻ മനസ്സിലാക്കണത് ആ കൾച്ചറാണ് നിങ്ങളെ സെറ്റാക്കണം. അതിനെ പറ്റി എന്താണ് നിങ്ങളൊരു ദ കൾച്ചർ ഓഫ് ദ കമ്പനി? നമുക്ക് ആ ടീമിന് കേട്ടോ, ഈ മീഡിയ ടീമിന് ഒരു എന്താ പറയാ, ഒരു പക്ക ഒരു കോർപ്പറേറ്റ് ലൈഫ് ഒന്നും ഇല്ല അവിടെ. അവർ തോന്നിയ സമയത്ത് വരല്ലേ. അങ്ങനെയാണല്ലേ? ഞാൻ നിങ്ങൾ വേറെ സ്ഥാനത്തിൽ കണ്ട് ഞാൻ 9 മണിക്ക് വരും, 4 മണിക്ക് പോകും. പക്ഷെ അവർക്ക് അങ്ങനെ അല്ലല്ലേ. അവർ വരണമെങ്കിൽ 12 മണിയാവും, ചിലപ്പോൾ 1 മണിയാവും. പക്ഷെ അവരോട് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടാ പോകുന്നത്. രാത്രി 8 മണിക്കായിരിക്കും പോകുന്നുണ്ടായിരിക്കാം. ഞങ്ങളെ പല ഷൂട്ടുകൾ നടക്കുന്ന വൈകുന്നേരം 5 മണിക്ക് ശേഷം. എല്ലാരും ഓഫീസ് കാലിയായി കിട്ടണം ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. കംപ്ലീറ്റ് അലമ്പന്മാരാണല്ലേ ടീമില്. ഞങ്ങൾ സ്ഥലത്തേക്ക് ഷൂട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അലമ്പാക്കിയിട്ട് പോരുക. കാരണം നമ്മൾ അത്രയും ഓപ്പൺ അപ്പായി സംസാരിക്കുന്ന ആളുകളാണ്, നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പം അവരത്രയും ഫ്രീ ആണ്. സമയങ്ങളിൽ ഒരു സമയത്തിന് ലിമിറ്റ് വെച്ചിട്ടില്ല. എന്നാൽ ലിമിറ്റ് ഉണ്ടതാണ് കേട്ടോ, പക്കാ ഒഴിച്ചു വിട്ടിട്ടൊന്നുമില്ല. കാരണം ഒരു കമ്പനി വർക്ക് ചെയ്യുമ്പോൾ മറ്റു സ്റ്റാഫുകൾ ഇവരെ നോക്കി കാണുന്നുണ്ടാവും. എന്താ അവർക്ക് അങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നരുതല്ലോ. പക്ഷെ ഒരു ക്രിയേറ്റീവ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ടൈമിങ്ങിൽ നല്ല വ്യത്യാസങ്ങളുണ്ട്, കാര്യങ്ങൾ വരുത്താറുണ്ട്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഒരു ക്രിയേറ്റീവ് ടീമിനെ ബിൽഡ് ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അതില്ലാണ്ട് നടക്കുവോ? നടക്കുവോ വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുവരലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. ഞാൻ ഒരിക്കലും ഇപ്പൊ എന്റെ അണ്ടറിലില്ല, അല്ലെങ്കിൽ അണ്ടറിൽ ഞാൻ ഒരിക്കലും പറയില്ല. നമ്മൾ ഒപ്പല്ല കുട്ടികളെ ഒരിക്കലും ഒരു ബോസ് കളി കളിക്കാൻ നിൽക്കലില്ല. എന്തിനു കളിക്കേണ്ട ആവശ്യമോ? ഷിബിൽ ബ്രോ എന്നാ വിളിക്കലേ. എന്നെ സ്റ്റാഫൊക്കെ ഷിബിൽ ബ്രോ വിളിക്കണ എനിക്ക് ഇഷ്ടം. കാരണം വെച്ചാൽ അങ്ങനെ നമുക്ക് എല്ലാം ഓപ്പൺ ആയി സംസാരിക്കാൻ പറ്റുള്ളൂ. ഇപ്പം പല സ്ക്രിപ്റ്റിനും നമ്മള് എന്തൊക്കെയോ സംസാരിക്കും. അപ്പൊ അതൊരു സാറിനോട് സംസാരിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഒരു ഫ്രണ്ടിനോട് ഒന്ന് സംസാരിക്കാമല്ലോ. അപ്പൊ അങ്ങനെ നമ്മള് ഞങ്ങൾക്ക് ഇടയിൽ എല്ലാവർക്കും അങ്ങനെ ഇതുണ്ട്. ഇപ്പൊ ഞാനാണെങ്കിലും ഹരി ആണെങ്കിലും ഫറാസ് ആണെങ്കിലും അബ്ഷ ആണെങ്കിലും ഐഷ ആണെങ്കിലും ഷഹല ആണെങ്കിലും ഒക്കെ ഞങ്ങൾ ഈ 6 മെമ്പേഴ്സിന്റെ ഇടയിലും ഒരു ലിമിറ്റ് ഇല്ല സംസാരത്തിന്. എല്ലാം സംസാരിക്കുന്ന ആളുകൾ. ചിലപ്പോൾ ബിസിനസ് സംസാരിക്കും, ഫണ്ട് സംസാരിക്കും, സിനിമ സംസാരിക്കും, യാത്രകൾ സംസാരിക്കും, എല്ലാ ടോപ്പിക്കും വരുന്ന ആളുകൾ. അപ്പൊ അതിന്റെ അടിയിൽ കൊണ്ടേ ഒരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ് സ്ക്രിപ്റ്റ് ഒക്കെ സെറ്റ് ആക്കാൻ. അത് നിങ്ങൾ ഒരേ ഏജ് ഗ്രൂപ്പ് ആയതുകൊണ്ട് നിങ്ങളൊക്കെ ഒരേ ഏജ് ഗ്രൂപ്പ് ആണോ? ഞാനാണ് മൂത്തത് ആക്ച്വലി. തൊട്ട് താഴെ ഒരു 26, 25, 24 വയസ്സാണ്. എല്ലാരും 20s ആണ്. 20s ആണ്. അപ്പൊ മേ ബി അതും ഒരു വലിയ ഫാക്ടർ ആയിരിക്കും കേട്ടോ. അല്ല, ഇന്നെ പോലെ ലേറ്റ് 30s ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ നമ്മളെ ടീമിന്റെ കൂടെ ജെല്ലാൻ ഭയങ്കര ഈസിയാ. ഞങ്ങൾ അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഗ്യാങ് ഒന്നുമല്ല. ആ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാ. നമ്മളെ പോലെ ആക്കിയെടുക്കും നമ്മള്. ഇപ്പൊ ഞങ്ങളടുത്ത് ലേറ്റസ്റ്റ് ആയി ജോയിൻ ചെയ്ത കുട്ടി ഷഹല എന്ന് പറഞ്ഞ കുട്ടി. ഷഹല കുറച്ചുകൂടെ ഒരു എന്താ പറയുക, റിസർവ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നു. ഭയങ്കര റിസർവ്ഡ് ആയിട്ട് ഇരിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയാണ് ഇപ്പൊ ഏറ്റവും ഫണ്ട് നമ്മളെ ടീമില്. മനസ്സിലായോ? നമ്മളെ ടീമിൽ എത്തിക്കഴിഞ്ഞാൽ കേടെടുത്തൊന്നും അറിയില്ല. അങ്ങനെ കേടെടുത്ത മാഫിയയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളും ഒരു മാഫിയയെ മാറുവക്കല്ലാണ്. നമ്മൾ നന്നായിട്ട് സംസാരിപ്പിക്കും അവരെ കൊണ്ട്. എല്ലാം ഓപ്പണായി സംസാരിപ്പിക്കും. പിന്നെ അവിടെ വേറെ ഒന്നും ഇല്ലല്ലോ, മറച്ചെക്കാനോ നമ്മൾ ഹൈഡ് വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. കറക്റ്റ്. അപ്പൊ എങ്ങനെയാണ് ആ കൾച്ചർ നിങ്ങൾ സെറ്റ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, ഡു യു ഗോ ഓൺ ട്രിപ്സ്? നിങ്ങൾ പുറത്ത് ഭക്ഷണം കഴിക്കാം, മീൻസ് അതൊരു നമ്മൾ സ്ഥിരമായിട്ട് ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകും, ചാടിക്കാൻ പോകും. നമ്മൾ ഷൂട്ടിനൊക്കെ പുറത്താ പോവാ, റിസോർട്ടുകളിലാ പോവാ. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ഒരു 3 ദിവസമൊക്കെ സ്റ്റേ ചെയ്യും. മൂന്നാറിലോ വയനാട്ടിലോ ഒക്കെ സ്റ്റേ ചെയ്യും ഷൂട്ടിന് വേണ്ടി പോകുമ്പോൾ. പിന്നെ ഷൂട്ടുകളൊക്കെ പുലർച്ചെ 4 മണി വരെ 5 മണി വരെയൊക്കെ നീണ്ടിക്കാറുണ്ട് ഷൂട്ടൊക്കെ. അപ്പൊ അപ്പോഴൊക്കെ അത്രയും നമ്മൾ സമയം കണക്റ്റഡ് അല്ലേ. മറ്റു സ്റ്റാഫിനേക്കാൾ ഉപരി നമ്മൾ ഇവരായിട്ട് കണക്ട് ആവാൻ കാരണങ്ങൾ ഇതാണ്. ഭയങ്കര കണക്ട്. ബേസിക്കലി ഫ്രണ്ട്സ് ആണ്. പിന്നെ ഫാമിലിയായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് എല്ലാവരും. എല്ലാ ഫാമിലിയായിട്ടും ഹരിയുടെയും ഫറാസിന്റെയും ഐഷയുടെയും അബ്ഷയുടെയും ഷാലിയുടെ ഒക്കെ നമുക്ക് അറിയാം. ആദ്യം ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഫാമിലിക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വീഡിയോയില് മക്കളെ കാണിക്കുമ്പോഴേ ഒഫ്കോഴ്സ് നമുക്കറിയാലോ. ഒന്നാമത് കുറെ പേരും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരും, ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എല്ലാ പ്രസന്റേഴ്സിനോടും പറയാറുള്ളതാ, കാരണം ഇവര് വീട്ടിൽ നിന്ന് പറയാ ഷൂട്ടിന് പോവാന്ന് പറഞ്ഞ പോവാ. പാരന്റ്സിന്റെ ഉള്ളിൽ ഷൂട്ട് എന്ന് പറയുമ്പോൾ പല ഷൂട്ടുകൾ ഉണ്ടായിരിക്കും. ഞാൻ പറയാറില്ല, ഒരു ദിവസം ഷൂട്ടിന് വരുമ്പോൾ നിങ്ങൾ ഓലിയും കൊണ്ടുവരും, എന്താ നടക്കണത് പനി കൊണ്ടുവരും, ഇവിടെ എന്താ നടക്കുന്നത് കാണിച്ചു ഇങ്ങനെ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്കൊരു പ്രശ്നമല്ല. ഇവിടെ നടക്കുന്ന ഇതാണ് നമ്മൾ ഇൻഫോർമേറ്റീവ് അല്ല കോണ്ടന്റ്. എൻഡ് ഓഫ് ദ ഡേ നമ്മൾ പഠിപ്പിക്കാൻ ചെയ്യുന്നത്, ഫണ്ടിലൂടെ പഠിക്കാന്നുള്ളൂ. അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് ഓക്കെ ആയി. ഇപ്പൊ പണ്ട് ഐഷന്റെ ഉപ്പനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോക്ക് 5 മണിക്കുള്ളിൽ അവള് പറഞ്ഞേട്ടോ. ഇപ്പൊ ഐഷ 10 മണിക്കും കയറിലുള്ളതാണ്. മനസ്സിലായോ? അത് മനസ്സിലാക്കിയാൽ മതി. നമ്മള് ഐഷ എന്ന് പറയുന്ന കുട്ടി, അല്ലെങ്കിൽ അബ്ഷി എന്ന് പറയുന്ന കുട്ടി, ഷഹല എന്ന് പറയുന്ന കുട്ടി എന്തിനാണ് വോക്കിന് വരുന്നത്, അവരിരിക്കുന്ന വർക്ക് എന്താണെന്നും ആളുകൾക്ക് വിസിബിൾ ആണ്, പാരന്റ്സിന് വിസിബിൾ ആണ് കാര്യങ്ങളൊക്കെ. അപ്പൊ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന നല്ല കാര്യങ്ങളല്ലേ, വേറെ ഒന്നും നമ്മളോട് ചെയ്യുന്നില്ലല്ലോ. തന്നെ അപ്പൊ നിങ്ങൾ ബേസിക്കലി ഓരോ ഫാമിലിനോട് കോൺഫിഡൻസിൽ എടുക്കും. നമ്മൾ എല്ലാവരും കണക്റ്റഡാ. നടത്തിയെടുക്കാറ് നമുക്ക് അറിയാലോ. നമ്മള് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റൊന്നും ചെയ്യില്ലല്ലോ. അവർക്കും കോൺഫിഡൻസ് ഉണ്ട്.
പിന്നെ അവർ എക്സ്പോഷർ കിട്ടിക്കുന്ന അവരുടെ ഫാമിലിക്കും ബെനിഫിറ്റ് ഉള്ള കാര്യമല്ലേ, ഓഫ്കോഴ്സ് നല്ല ബെനിഫിറ്റ് ഉള്ള കാര്യമല്ല അങ്ങനെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ക്രിയേറ്റേഴ്സിനെ വളർത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവർക്ക് വേറെയും ബ്രാൻഡ് എൻഡോഴ്സ്മെന്റ്സും ബ്രാൻഡ് ഡീൽസും കിട്ടും. യെസ് സോ ഇതൊക്കെ ആഡഡ് അഡ്വാൻറ്റേജ് ആയി മാറുകയാണല്ലേ? പക്ഷെ അവിടുത്തെ ഹാൻഡിൽ ചെയ്യുന്ന ഏകദേശം ഞാൻ തന്നെ ആയല്ലോ. ആ ഒരു പ്രൊമോഷൻസ് ഒക്കെ അപ്ഷിന്റെ ഐഷ്യന്റെ ഒക്കെ ഏകദേശം പ്രൊമോഷൻ ഫസ്റ്റ് വരുന്ന എന്റെ കയ്യിലായിരിക്കും. അവരെ പാക്കേജ് ഫിക്സ് ചെയ്യാറുള്ളത്, അവരെ സോഷ്യൽ മീഡിയ ലൈഫിലുള്ള ലൈക്ക് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള പാക്കേജും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ഗൈഡ് ചെയ്യാറുണ്ട് നമ്മള്. ആദ്യം ഒരു ടീം അപ്രോച്ച് ചെയ്താലും ആദ്യം ഐഷപ്പ് നമ്മളെ വിളിക്കാം, സർ ഇങ്ങനെ ഒരു ടീം വന്നിട്ടുണ്ട് ചെയ്യണോ. അപ്പൊ ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ ടീമിനും അറിയാലോ, ഇവിടെ ഏകദേശം എല്ലാ കമ്പനിയെ കുറിച്ച് അറിയാം, നല്ല പ്രൊഫൈൽ ആണോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ നമ്മൾ എല്ലാം ചെയ്യാറുള്ളത്. അതായത് അവരെ ബ്രാൻഡിനെ സപ്പോർട്ടായി ചെയ്യാത്ത അവരുടെ ഫേസിന് അത് മോശം വരുത്താത്ത ബ്രാൻഡുകൾ മാത്രമേ നമ്മൾ അപ്രോച്ച് ചെയ്യാറുള്ളൂ, നമ്മൾ എടുക്കാറുള്ളൂ, എൻഡോസ് ചെയ്യാറുള്ളൂ. ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലാത്ത ഏത് ബ്രാൻഡിലും അവർക്ക് പ്രൊമോഷൻ ചെയ്യാനുള്ള എല്ലാവിധ റൈറ്റും അവർക്ക് ഉണ്ട്. നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇന്ന ചെയ്യരുത് ഇന്ന ചെയ്ത്, ഇംഗ്ലീഷ് റിലേറ്റഡ് ചെയ്യരുത് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ഇവിടെ വന്ന ഫേസ് വേറെ കമ്പനി പോകുന്നതുകൊണ്ട് വലിയ താല്പര്യം, അത് അവർക്കും താല്പര്യമില്ല. നിങ്ങൾ പറഞ്ഞ പോലെ അതൊരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആണ്, ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ്. അതിന്റെ പുറത്തുണ്ടാവുന്ന അതിന്റെ പുറത്ത് അവർക്ക് വേറൊരു ബ്രാൻഡ് ആയിട്ട് ചെയ്യാൻ തോന്നില്ല. ഇല്ല, അതാണ് ബേസിക്കലി വേണ്ടത്. മണി മോട്ടീവ് അല്ല. ഈ മണി മോട്ടീവ് ആയി നിൽക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരിക. പേയ്മെന്റ് കുറവാണ് അല്ലെങ്കിൽ പേയ്മെന്റ് കൂടുതലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കഷൻസ് ഒക്കെ വരുന്നുണ്ടായിരിക്കാം. ഇതിന്റെ അപ്പുറത്തേക്ക് പേയ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ കഫേന്ന് കിട്ടുന്ന സാലറിന്റെ 10 ഇരട്ടി പുറത്തുനിന്ന് അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കാം ഈ പ്രൊമോഷൻസ് ത്രൂ ഒക്കെ. പക്ഷെ അതിന് റീസൺ വരുന്നത് ഇംഗ്ലീഷ് കഫേ ആണ്. എക്സാക്ട്ലി. പയ്യാമല്ല നേരത്തെ പറഞ്ഞ പോലെ അവരെ പേജിൽ ഒരു 3 മാസം കോണ്ടന്റ് ഇട്ടിട്ടില്ലെങ്കിലും അവര് ലൈവായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ പേജിൽ. നമ്മുടെ പേജിൽ ഡെയിലി കോണ്ടന്റ് പോകുന്നുണ്ട്. അപ്പൊ ഓഡിയൻസ് അവർ മറക്കുന്നില്ല, ഒരിക്കലും വൺസ് മറന്നു കഴിഞ്ഞാൽ മാത്രമാണ് അവരെ ഫെയ്ഡായി വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അവരെല്ലാ കാര്യങ്ങളും പ്രൊമോഷൻസ് കാര്യങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യാറില്ല. അവർ പേജിന്റെ കാര്യങ്ങൾ കൂടുതലും നമ്മളായിട്ട് ചെയ്യാറുള്ളത്, കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യാറില്ല. പ്രൊമോഷൻസ് ഒക്കെ നമ്മൾ തന്നെ കൂടുതൽ ഹാൻഡിൽ ചെയ്യാറുള്ളത്. അതെ, എല്ലാം നിങ്ങളാണ്, പിന്നെ നിങ്ങളാണ്. അപ്പൊ മതി എന്ത് നടക്കണമെങ്കിലും ഒന്നാമത് നമ്മളടുത്ത് ആദ്യം അപ്രോച്ച് വരിക, നിങ്ങളെ ഐഷനെ വെച്ച് നമുക്ക് അഭിഷിനെ വെച്ച് ചെയ്യാൻ പറ്റുമോ, ഫറാസിനെ വെച്ച് ചെയ്യാൻ പറ്റുമോ, ഹരിനെ വെച്ച് ചെയ്യാൻ പറ്റുമോ, നിങ്ങളൊന്നും ചെയ്തു തരുമോ ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാം ന്യൂ. എനിക്കൊന്ന് ബാക്കിയുള്ള ബ്രാൻഡ്സിനും ഇത് അറിയാം. ബെസ്റ്റ് ഷിബിലിനോട് ഡയറക്ട്ലി സംസാരിക്കുന്നതാണ് കൂടുതൽ വരാറുള്ളത്. അപ്പൊ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള മാത്രമേ ചൂസ് ചെയ്താണ് കൊടുക്കാറുണ്ട്. കാരണം ആ കുട്ടി ഇംഗ്ലീഷ് കഫേയുടെ ഫേസ് അല്ലേ. അപ്പൊ അവർ ഏത് കമ്പനിയിൽ പരസ്യം ചെയ്താലും നേരെ അടിയിൽ വരാം ഇംഗ്ലീഷ് കഫേയിൽ ഐഷ, ഇംഗ്ലീഷ് കഫേയിൽ ഹരി, ഇംഗ്ലീഷ് കഫേയിലെ ഷിബില്, ഇംഗ്ലീഷ് കഫേയിൽ അപ്ഷി എന്നാ വരുന്നുണ്ടായിരിക്കാം. അത് പോണേ കുറച്ച് സമയം എടുക്കും. അവരുടെ പേരിന് മുമ്പ് ബ്രാൻഡ് നെയിം പ്ലേസ് ചെയ്യുന്നുണ്ട് ആളുകൾ എപ്പോഴും. അതുവഴിയാണ് അവരെ അറിയപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന ഒരു പ്രൊമോഷൻ നമ്മൾ ബാധിക്കരുതല്ലോ, ഒരു മോശപ്പെട്ട പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അതിൽ ഇൻവോൾവ് ആവുന്നത്. നമുക്ക് അത് നല്ലൊരു എന്താ പറയാ രീതിയാണ് നിങ്ങൾ ഇൻവോൾവ് ആവുന്നത്. കാരണം മേ ബി സംടൈംസ് അവർക്ക് തന്നെ പറയാൻ പറ്റില്ല ഇസ് ദിസ് ഗുഡ് ഓർ ബാഡ് ഫോർ മീ എന്നുള്ളത്. പിന്നെ കുറച്ചുകൂടെ നമ്മൾ മാർക്കറ്റിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആ കമ്പനിയെ കുറിച്ച് കൂടുതൽ നമുക്ക് അറിയാം, അവരെയൊക്കെ നമുക്ക് കൂടുതൽ അറിയുന്നുണ്ടായിരിക്കും. അപ്പൊ ഞാൻ പറയും ഇന്ന കമ്പനിയാണ്, ഇതാണ് എന്റെ ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഞാൻ നോക്കിയ സമയത്ത് ഇങ്ങനെ കണ്ടെന്ന് പറഞ്ഞത് അപ്പൊ ഒരു ഗൈഡ് കിട്ടും. അതിനനുസരിച്ച് ഡിസിഷൻസ് ഒക്കെ കംപ്ലീറ്റ്ലി അവളതാണ് എല്ലാവരും തന്നെ എടുക്കാറ്.